പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGS ലെവലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ 80 GK ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപുഞ്ചി, മൗസിൻറാം എന്നിവ ഏത് കുന്നുകളിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഖാസി. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, രാജസ്ഥാൻ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചെന്നൈ. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി ആണ്, ധൻബാദ്. താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവനകൾ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരിയാണ്. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും ഹിമാലയ പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നു. ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഹിമാലയത്തിനുള്ളത്. 2 പ്രസ്താവനകളും ശരിയാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി അഥവാ ജോഡികൾ ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ശരിയായിട്ടുള്ളത് നോക്കാം. പഞ്ചാബ് ലാല ലജ്പത് റായ്, മദ്രാസ് BO ചിദംബരം പിള്ള. അപ്പൊ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ ശരിയായിട്ടുള്ളത് പഞ്ചാബ് ലാല ലജ്പത് റായ്, മദ്രാസ് BO ചിദംബരം പിള്ള. 1919 അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബീഹാറിലെ നീലം കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 1857 വിപ്ലവത്തിന്റെ അംബാസിഡർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അസിമുള്ള ഖാൻ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബാലഗംഗാധര തിലക്. തെറ്റായ നികുതി വ്യവസ്ഥയ്ക്കെതിരെ 1812 രാമനമ്പിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കുറിച്യ ലഹള. താഴെ പറയുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റേതല്ലാത്ത കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അഖില തിരുട്ട്. ജാതിമീമാംസ, ദർശനമാല, ആത്മോപദേശക ശതകം. ഇത് 3ഉം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അക്കാമ ചെറിയാൻ. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്, 3 തെറ്റാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് മൊറാഴ സമരം. മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂരാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൾ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. താഴെ കൊടുത്തിട്ടുള്ളതിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ഉം 3ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ശരിയായിട്ടുള്ളത് നോക്കാം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ആം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഉണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. അത് തെറ്റാണ്. മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഉണ്ട്. അത് തെറ്റാണ്. 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനുമെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 22. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിക്കുന്ന ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2002 86-ാം ഭേദഗതി. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അറ്റോർണി ജനറൽ. എന്നാൽ കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നവരാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിസഭ. അറ്റോർണി ജനറൽ കേന്ദ്ര എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല.
കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാരതപ്പുഴ. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഇ ആണ് വരുന്നത്. 1ഉം 2ഉം ശരിയാണ്. മങ്കയം തിരുവനന്തപുരം, തുഷാരഗിരി കോഴിക്കോട്, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 14. പെരിയാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു, ഇത് രണ്ടും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം? ആൻസർ ഓപ്ഷൻ ബി ആണ് 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് നീണ്ടകര. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി? ആൻസർ ഓപ്ഷൻ സി ആണ് PT ഉഷ. കേരളത്തിൽ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഈ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡിണ്ടിഗൽ ടു കൊല്ലം. ഡിണ്ടിഗലിനെ കൊല്ലവുമായി ബന്ധിപ്പിക്കുന്നതാണ് ദേശീയപാത 183. 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ് 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? ആൻസർ ഓപ്ഷൻ സി ആണ് തുമ്പ. താഴെ പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളത് നോക്കാം. ഛത്തീസ്ഗഡിലെ ഫിലായ് സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം റഷ്യയാണ്. ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന് സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഈ 3 പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ചേരുംപടി ചേർക്കുക. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള വാത്മീകി വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള പാണിനി AR രാജരാജവർമ്മ. കേരള പുഷ്കിൻ ONV കുറുപ്പ്. 12 വിളക്ക് ആഘോഷവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം ശരിയാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടം, പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയാൽ എന്നത് ഏതിന്റെ ആപ്തവാക്യമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യമാണ് കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 ശരി, 2 തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് നോക്കാം. ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തുമ്പ, തിരുവനന്തപുരത്താണ്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ചെറുകുടലിൽ. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സെറിബെല്ലം. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പിക്കോ പ്രസ്ഥാനം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒന്ന് മാത്രമാണ് ശരിയല്ലാത്തതായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയാണ്. ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ ത്വരിതപ്പെടുത്തുന്നു. ഡയബറ്റിസ് മെലിറ്റസ് മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിന്റെ വിസർജനത്തിന് കാരണമാകുന്നു. ഡയബറ്റിസ് മെലിറ്റസ് മൂത്രത്തിൽ അപകടകാരിയായ കീറ്റോൺ ബോഡികളുടെ രൂപപ്പെടലിന് കാരണമാകുന്നു. ഇത് മൂന്നും ശരിയാണ്. ജീവകം ഡിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം. ആൻസർ ഓപ്ഷൻ ബി ആണ്, കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ക്യൂലെക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മന്ത്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ സി ആണ്, ചൂണ്ടൽ. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആശ്വാസ കിരണം. നേവ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, എയ്ഡ്സ്. ടൈഫോയിഡ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കുടൽ. സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ആർത്രൈറ്റിസ്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പരിരക്ഷ. ഇതായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാഡ്മിയം. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഏത് രോഗത്തിനുള്ളതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അതിസാരം. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് നോക്കാം. ശബ്ദ തരംഗങ്ങൾക്ക് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പിണ്ഡം അല്ലെങ്കിൽ മാസ്. ഒരു മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി. ആൻസർ ഓപ്ഷൻ സി ആണ്, വികിരണം. ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കറുത്തീയം. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ത്രികങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡൊബറൈനർ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കേരളം. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, എറണാകുളം. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സൈക്ലോൺ 1. രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാന്തല്ലൂർ. ഈയിടെ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി പി വത്സലയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, രാത്രിമഴ. അപ്പോൾ പി വത്സലയുടെ കൃതികളാണ് നെല്ല്, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ. എല്ലാ ജില്ലകളിലും ഹോൾ മാർക്കറ്റിംഗ് സെന്റർ ഉള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേരളം. 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നർഗീസ് മുഹമ്മദി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ശിവ ചൗഹാൻ. 2024 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡിംഗ് നടത്തുന്നതിനായുള്ള നാസയുടെ ദൗത്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, വൈപ്പർ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹമൂൺ. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൈദരാബാദ്. കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2023 ജൂൺ 5. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, SK വസന്തൻ. റെയിൽവേ ബോർഡിന്റെ അധ്യക്ഷയും സിഇഒയുമായി ചുമതലയേറ്റ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജയവർമ്മ സിൻഹ.
2023 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മുരളി ശ്രീശങ്കർ. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ് ജാർഖണ്ഡ്. സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി ആണ് മഹാരാഷ്ട്ര. 2023 ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം? ആൻസർ ഓപ്ഷൻ സി ആണ് ഓഗസ്റ്റ് 23. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകം? ആൻസർ ഓപ്ഷൻ ബി ആണ് ഒരു സമര നൂറ്റാണ്ട്. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 GK ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20 കറണ്ട് അഫയർ, പിന്നെ അതുപോലെ തന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്സ് ഒഴികെയുള്ള 80 GK ഭാഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മാത്സ് ഉൾപ്പെടെയുള്ള ഈ 100 ചോദ്യങ്ങൾ പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ താങ്ക്